ജീവിതപാഠങ്ങൾ പഠിക്കാൻ പാഠശാലയിൽ നിന്നും പാടത്തേക്കിറങ്ങി ഒരു കൂട്ടം കുട്ടികൾ. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ എടപ്പറമ്പ GLP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നെൽകൃഷിയെ നേരിട്ടറിയാനായി വയലിലേക്ക് പഠനയാത്ര നടത്തിയത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. അനുഭവമാണ് അറിവിന്റെ അടിസ്ഥാനമെന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ദേലമ്പാടി എടപ്പറമ്പ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ നെൽകൃഷിയെ നേരിട്ടറിയാനായി വയൽ സന്ദർശനം നടത്തിയത്. വിദ്യാലയത്തിന് സമീപത്തെ പൂഞ്ഞംകല്ലിലെ ചന്ദ്രോജി റാവുവിന്റെ നെൽപ്പാടം കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പഠനയാത്ര. വാർഡ് മെമ്പറും PTA പ്രസിഡന്റുമായ C രാധാകൃഷ്ണൻ, പ്രധാനാധ്യാപകൻ സദാശിവ ശർമ്മ, PTA വൈസ് പ്രസിഡന്റ് ഉദയകുമാർ, മദർ PTA പ്രസിഡന്റ് സുമലത പാറക്കടവ് എന്നിവരും മറ്റധ്യാപകരും രക്ഷിതാക്കളും പഠനയാത്രയുടെ ഭാഗമായി. ഉഴുതുമറിച്ചും ഞാറുപറിച്ചും കറ്റകളാക്കിയും ഞാറ് നട്ടുമെല്ലാമുള്ള വയൽക്കാഴ്ചകൾ ഓരോന്നും കുട്ടികളിൽ കൗതുകത്തിന്റെ ഇതടുകൾ വിടർത്തിയ പുതിയ അനുഭവ പാഠങ്ങളായി. കാലം മാറിയപ്പോൾ കൃഷിരീതിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും ഒപ്പം പോയകാല കാർഷിക രീതികളെക്കുറിച്ചും അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. ഇങ്ങനെ പാഠപുസ്തകത്തിലെയും പാഠശാലയിലെയും പതിവ് പഠനത്തിൽ നിന്നും മാറി പാടത്തിലേക്കിറങ്ങിയുള്ള പുതിയ പഠനം കുട്ടികൾക്ക് അറിവ് മാത്രമല്ല, ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും നിറവാർന്ന നിമിഷങ്ങൾ സമ്മാനിച്ചു. ഉപയോഗിച്ച് നെൽപ്പാടം ഉഴുതുമറിച്ച് പാരമ്പര്യ വിധി പ്രകാരം നാട്ടിപ്പാട്ടോടുകൂടി ആ ഞാറ് നടന്ന് കുട്ടികൾക്ക് കാണിക്കുക എന്നതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. അധികം നമ്മുടെ മിഷനിലേക്കും മറ്റ് പാരമ്പര്യമായ ആചാരങ്ങളിൽ നിന്ന് വേറിട്ട് കൃഷി രീതികൾ പോകുമ്പോൾ ഇന്നും പാരമ്പര്യമായ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്രയും ഒരു ഗ്രാമഭംഗിയും നാട്ടിൻ്റെ കൂട്ടായ്മയും ചോരാതെ കൃഷി നടത്തുന്ന ഇവരെ എത്ര ಅಭಿನಂದಿಸಲು ಮರೆಯಾಗಿದೆ. ಗದ್ದೆಯಲ್ಲಿ ಬೇಸಾಯ ಮಾಡುತ್ತಿದ್ದರು. ಪುರಾತನ ಕಾಲದ ಸಂಪ್ರದಾಯವನ್ನು ಅನುಸರಿಸಿಕೊಂಡು ಬೇಸಾಯ ಪದ್ಧತಿಯನ್ನು ತೋರಿಸಿಕೊಟ್ಟು ಮಕ್ಕಳಿಗೆಲ್ಲರಿಗೂ ಆ ಒಂದು ಹಳೆಯ ವಿಧಾನದ ಕೃಷಿ ನೋಡಿ ಬಹಳ ಸಂತೋಷವಾಯಿತು. വിരുന്നുകാരായെത്തിയ വിദ്യാർത്ഥികൾക്കായി വീട്ടുകാർ വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. സ്വന്തമായി വിളയിച്ചെടുത്ത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൊണ്ടുണ്ടാക്കിയ തനി നാടൻ സദ്യയാണ് കർഷകനായ ചന്ദ്രോജി റാവുവും കുടുംബവും 150-ലേറെ വരുന്ന വിദ്യാർത്ഥികളും ഒപ്പം അധ്യാപകരും മറ്റുള്ളവരും ഉൾപ്പെടുന്ന ചാരിതാർത്ഥ്യത്തോടെ വെച്ചു വിളമ്പിയത്. ന്യൂസ് ബ്യൂറോ, മുള്ളേരിയ.